നമസ്കാരം, ഗ്രീൻ ബോർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് ദ കോർ കൺസെപ്റ്റ് ഓഫ് സെറ്റ്സ് വിച്ച് ഈസ് വെൻ ഡയഗ്രാം. നമ്മൾ ഇന്ന് വെൻ ഡയഗ്രാം, അതിലെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ തുടങ്ങിയ ടേംസിനെ പറ്റിയാണ് പരിചയപ്പെടാനായി പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല. വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ദിസ് വീഡിയോ ഈസ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് സെറ്റ്സ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ ആൻഡ് ഓൾ. ഓക്കെ, യൂണിയൻ, ഇൻ്റർസെക്ഷൻ തുടങ്ങിയ ടേംസ് ആൻഡ് വെൻ ഡയഗ്രാംസ്, ഇവയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ. ഓക്കെ, കുറച്ച് ആഴത്തിൽ അവയെ മനസ്സിലാക്കുക. ഒരു ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂയിൽ കൂടെ, വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ അവയെ ഒന്ന് നോക്കി കാണുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് വി വിൽ ഡിസ്കസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ജോൺ വെൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ് വെൻ ഡയഗ്രാം എന്നൊരു കൺസെപ്റ്റ് കണ്ടുപിടിച്ചത്. സെറ്റ് തിയറിയിലെ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാം. എ മേജർ മൈൽ സ്റ്റോൺ ഓഫ് സെറ്റ് തിയറി ഈസ് വെൻ ഡയഗ്രാം. ഓക്കെ, അത് കണ്ടുപിടിച്ചത് ജോൺ വെൻ ആണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നെയിമിൽ വെൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളതിന് പേരിട്ടത് വെൻ ഡയഗ്രാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറേ സർക്കിൾസ് കൊടുത്തിരിക്കുന്നതായി കാണാം. അതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് വെൻ ഡയഗ്രാമിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പിക്ചർ ഉണ്ട്. ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് വെൻ ഡയഗ്രാം എന്നറിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്താണ്. ജോൺ വെൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അതിവിടെ സെൻറ്ററിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ രണ്ട് സർക്കിളിൻ്റെ ഇൻ്റർസെക്ഷനിൽ. ദെൻ അദ്ദേഹം എന്തൊക്കെയാണ്? മാത്തമാറ്റീഷ്യനാണ്, ഫിലോസഫറാണ്, ഒരു ആംഗ്ലീഷ്യൻ പ്രീസ്റ്റും കൂടിയാണ്. അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനാണ്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന് റിയലി സ്ട്രോങ് ബേർഡ് ഗെയിം ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ബേർഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, താടിക്കാരൻ, കട്ടത്താടി അങ്ങനെയൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നല്ല മുടി, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. അപ്പോൾ താടി, മുടി, ഫേഷ്യൽ ഹെയർസാണ്. മുടി അങ്ങനെ പറയില്ല, മീശ, കട്ട മീശ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വേർഡാണ് ബേർഡ് ഗെയിം. എന്ന് പറഞ്ഞാൽ അവരുടെ താടി നല്ല കട്ടിയുള്ള താടി, അല്ലെങ്കിൽ നല്ല നീളമുള്ള മീശ, അങ്ങനെയൊക്കെയുള്ള സ്ലാങ്. ഓക്കെ, അതിന് ഒരു കുറച്ചും കൂടി ഭംഗിയായി അവരുടെ ഒരു ഡയലക്റ്റ് എന്ന് പറയാം. അവരുടെ നാട്ടിൽ ഇങ്ങനെ താടിക്കാരൻ, മീശക്കാരൻ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബേർഡ് ഗെയിം. ഓക്കെ, അപ്പോൾ റിയലി സ്ട്രോങ് ബേർഡ് ഗെയിം. അദ്ദേഹത്തിന് നല്ല താടിയും മീശയൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അതൊരു ഫണ്ണി രൂപത്തിൽ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചൊരു കൺസെപ്റ്റാണ് വെൻ ഡയഗ്രാം. അപ്പോൾ വെൻ ഡയഗ്രാം എന്നൊരു കോൺസെപ്റ്റിലൂടെ തന്നെ അദ്ദേഹത്തിന് ഒരു സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ്. അത്രയേ ഉള്ളൂ ഈ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തു വെച്ചതാണിത്. ഓക്കെ, വെൻ ഡയഗ്രാം അദ്ദേഹം കണ്ടുപിടിച്ചതാണല്ലോ. സോ ത്രൂ വെൻ ഡയഗ്രാം അദ്ദേഹത്തെ മനസ്സിലാക്കുക, അതാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 3 വാക്കിൽ ഒതുങ്ങുന്നതല്ല ഈ ജോൺ വെൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും അതിലേക്ക് പോകുന്നില്ല. നമുക്കൊരു വീഡിയോ ചെയ്യാം എന്തായാലും ജോൺ വെന്നിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തായാലും വെൻ ഡയഗ്രാം എന്താണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാം. സോ ഇവിടെ ഇനി അങ്ങോട്ടുള്ള ഒരു 3 സ്ലൈഡ് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ അവർ ആ സെറ്റ് അല്ലെങ്കിൽ വെൻ ഡയഗ്രാമത്തിനെ നോക്കി കാണുന്ന രീതി കുറച്ച് ഡിഫിക്കൽട്ടാണ്. ചിലപ്പോൾ അവരുടെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ടാവാം. ഇവിടെ എനിക്കായാൽ പോലും, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ്സിനായാൽ പോലും +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ വെൻ ഡയഗ്രാം ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വെൻ ഡയഗ്രത്തിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പിക്ചർ ഫെമിലിയർ ആണ്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഓക്കെ, അപ്പോൾ ലീവ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഒരു പിക്ചറിനെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ ക്യാമ്പസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സ്കൂൾ എന്ന് എഴുതിയിട്ട് അവിടെ സ്കൂളിൻ്റെ ബിൽഡിങ് കാണാം. പിന്നെ അവിടെ ഒരു സ്കൂൾ ബസ് ഉണ്ട്, ദെൻ പാർക്ക് ഉണ്ട്. ഓക്കെ, പാർക്കിൽ നമുക്ക് കുട്ടികളെയും കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ ക്യാമ്പസ് എന്നതിൽ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ്. പിന്നെ അവിടെ റോഡ് പോകുന്നുണ്ട്, ദർ ആർ 2 ട്രീസ്, ലോൺ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ മെയിനായിട്ട് പറയുമ്പോൾ ആ സ്കൂൾ ബിൽഡിങ്, അതുപോലെ സ്കൂൾ ബസ്, പിന്നെ പാർക്ക്. ഇനി കുട്ടികൾ എവിടെയൊക്കെയാണ് വരുന്നത്? ഇതിൽ സ്കൂളിൽ കുട്ടികളുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ പ്രസൻ്റ് അല്ല. കാരണം സ്കൂൾ ഈസ്
പ്രൊവൈഡഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. സ്കൂൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചറായിട്ടേ കൊടുത്തിട്ടുള്ളൂ. നമുക്കിവിടെ സ്കൂൾ ബസ്സിൽ മിക്കാറും ഒരു സ്കൂൾ വിട്ട സമയമായിരിക്കും അല്ലേ, അല്ലാതെ സ്കൂൾ ബസ് അവിടെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് സ്കൂൾ ബസ് റൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ മിക്കവാറും സ്കൂൾ വിട്ട സമയം അല്ലെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് വരുന്ന സമയം. പക്ഷെ കുട്ടികളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് സ്കൂൾ വിട്ട് ഒരു ഈവനിങ് ടൈം പോലെ തോന്നുന്നു നമുക്ക് കണ്ടിട്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ വെൻ ഡയഗ്രാം വഴി വരച്ചിരിക്കുന്നത് ഒരു സ്കൂൾ ക്യാമ്പസാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ആകെ കാണിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ ക്യാമ്പസിനെയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ സെറ്റായ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മളെപ്പോഴും റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് വേണം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഐദർ റെക്റ്റാങ്കിൾ ഓർ സ്ക്വയർ, അത് നമ്മൾ വരയ്ക്കുന്ന ഷേപ്പ് അനുസരിച്ച് മാറും. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ തന്നെയാണല്ലോ സ്ക്വയർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഏറ്റവും വലിയ സെറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും വലിയ സെറ്റിന് നമ്മളെപ്പോഴും യു എന്നാണ് പേര് കൊടുക്കുക, കാരണം യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, യു സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സെറ്റ് ഹിയർ. എല്ലാ സെറ്റിലും ആദ്യം ഉണ്ടാവാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കിളും അതിൻ്റെ ടോപ്പ് റൈറ്റിലായിട്ട് ഒരു യുമായിരിക്കും. അത് ടോപ്പ് റൈറ്റിൽ തന്നെ എഴുതണമെന്നില്ല, ടോപ്പ് ലെഫ്റ്റിലായാലും എഴുതാം നമുക്ക്. പക്ഷേ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും റൈറ്റിലാണ് എഴുതാറ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സെറ്റ് ഡിനോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെറ്റിൻ്റെ മുഴുവൻ പേര് എഴുതില്ലല്ലോ, അല്ലെങ്കിൽ ഒരു സെറ്റിന് നൊട്ടേഷനായിട്ട് നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമല്ലേ ഉപയോഗിക്കാറുള്ളൂ. സിമിലർലി ഒരു സെറ്റ് വെൻ ഡയഗ്രാമായി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പിക്ചറിൻ്റെ ഒരു വെൻ ഡയഗ്രാം ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ റൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് വെൻ ഡയഗ്രാം റെപ്രസെൻറ്റേഷൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ആകെ നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ് ഒരു 1 2 ഇപ്പം നമ്മൾ പ്രീവിയസ് എക്സസൈസിലൊക്കെ കണ്ടില്ലേ, ട്രിഗണോമെട്രി, ബെറ്റോ, അതിലൊക്കെ വേർഡ്സിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ഉണ്ടാക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഭംഗിയായി അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഡീപ്പായിട്ട് ഈ വെൻ ഡയഗ്രാം ആൻഡ് യൂണിയൻ ഇൻ്റർസെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങളുടെ സമയം പാഴാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, what you are going to get from this video is a detailed information on SITS. Okay, only we will discuss the exercise questions on next video. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കൂളിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്, വെൻ ഡയഗ്രാം വെച്ചിട്ട് നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ ക്യാമ്പസ് ആണല്ലോ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. സോ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു, അതിന് ടോപ്പ് റൈറ്റിൽ യു എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾക്കൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലാണ് വരാൻ പോകുന്നത്. ഒരു യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സെറ്റുകളെല്ലാം നമ്മൾ സർക്കിൾ ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിപ്പോൾ പ്യുവർ സർക്കിൾ തന്നെ വേണമെന്നൊന്നുമില്ല, എലിപ്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഭൂരിഭാഗം നമ്മൾ സർക്കിളാണ് വരയ്ക്കാറ്. അതിപ്പോൾ എലിപ്സ് വരച്ചുകൊണ്ട് മാർക്ക് പോവുക അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് രീതി എന്താണോ അത് പറയുന്നതെന്ന് മാത്രം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെറുതെ സെറ്റൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് എലിപ്സ് ഇതൊന്നുമല്ല കിട്ടാൻ പോകണേ, കുറേ കെർവ്ഡ് ആയിട്ടുള്ള കുറച്ച് അമീബ പോലെ ഇരിക്കുന്ന പിക്ചേഴ്സാണ് നമ്മൾ വരയ്ക്കുമ്പോൾ വരാൻ പോകുന്നത്. കാരണം നമ്മുടെ സെറ്റ്സിൻ്റെ ഒരു രീതി അങ്ങനെയായിരിക്കും. പക്ഷേ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസിലെല്ലാം എന്താണ് പറയുക, സബ്സെറ്റ്സിനെല്ലാത്തിനും തന്നെ നമ്മൾ സർക്കിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ആ സർക്കിളുമ്പോൾ തന്നെ അവയുടെ പേരും എഴുതിയിട്ടുണ്ട്. പേരെന്ന് പറയുമ്പോൾ സെറ്റിൻ്റെ പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണല്ലോ ഉപയോഗിക്കുക, അപ്പോൾ അതാണ് എഴുതിയിട്ടുണ്ടാവും. അതെവിടെ വേണമെങ്കിലും എഴുതാം, ലെഫ്റ്റിൽ തന്നെ എഴുതണം, റൈറ്റിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ആ ഒരു സെറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ അതിൻ്റെ അടുത്തായിട്ട് അത് വേണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടും എഴുതിയിരിക്കുന്നത് ലെഫ്റ്റിലാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ റൈറ്റിൽ എഴുതാം, സെൻറ്ററിൽ എഴുതാം, എവിടെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, സെറ്റിൻ്റെ പുറത്തായിട്ട് സെൻറ്ററിൽ എഴുതണമെങ്കിൽ എഴുതാം, സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പേര് എഴുതാറില്ല. ഓക്കെ, സെറ്റിൻ്റെ നമ്മൾ ഏതൊരു സെറ്റാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പുറമേ തന്നെയാണ് നമ്മൾ അതിൻ്റെ പേര് എഴുതാറ്. ഇതിപ്പോൾ 2 ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വരയൊക്കെ വരച്ച് മാർക്കൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് കുട്ടികൾ പ്രസൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ 2 items ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, സ്കൂൾ ബസ്സും അതുപോലെ പാർക്കും. അപ്പം സ്കൂൾ ബസ്സിന് ബസ് എന്നതിനെ ഞാൻ ബി വെച്ചിട്ടും അതുപോലെ പാർക്ക് എന്നതിനെ പി വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെറ്റ് എങ്ങനെയായി മാറി, ഫുൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ ബസ്സുമുണ്ട് പാർക്കുമുണ്ട്. അപ്പം നമ്മളൊരു വട്ടം വരച്ചു അല്ലെങ്കിൽ ഒരു എലിപ്സായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അല്ലേ. ഇപ്പോൾ ഒരു സർക്കിളിൽ നമ്മൾ ബി എന്ന് പേര് കൊടുത്തു, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സബ്സെറ്റ് ബി, ദാറ്റ് മീൻസ് സ്കൂൾ ബസ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ പി എന്നാണ് പേര് കൊടുത്ത, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പാർക്ക്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്.
നമ്മളിവിടെ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് സെറ്റിനെ അല്ലെങ്കിൽ സബ്സെറ്റിനെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരു സ്കൂളും അതിൻ്റെ പാർക്കും ബസ്സും കോമ്പൗണ്ട് വരെ നമ്മൾ എത്തിയുള്ളൂ. സ്കൂൾ ക്യാമ്പസിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ നിന്നിരുന്നത്. ഇനി നമ്മൾ സ്കൂളിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റൂമുകളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ സ്കൂളിലെത്തും. നമ്മുടെ ഫ്ലോർ അല്ലെങ്കിൽ നമ്മൾ +2-ലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലാസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് വിചാരിക്കൂ. സാധാരണ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഗ്രൗണ്ട് ഫ്ലോറിലും പിന്നെ അങ്ങോട്ട് ഹയർ ലെവൽ എത്തുമ്പോൾ തോറും നമ്മൾ സ്റ്റെയർ അധികം കയറണം അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്ലോർ അല്ലെങ്കിൽ +1 കുട്ടികളായ നമ്മളുടെ ഫ്ലോർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സെറ്റ്സിൻ്റെ ഉള്ളിൽ പെടും? നമ്മൾ ആദ്യം തന്നെ സ്കൂൾ ക്യാമ്പസിലേക്ക് കടക്കും അല്ലേ. സോ ദിസ് ഫുൾ ക്യാമ്പസ്, സ്കൂൾ ക്യാമ്പസാണ് ഇവിടെ റെക്റ്റാങ്കിളിൽ യു എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്ലൈഡും കൂടി വരുന്നുണ്ട്, അതിലാണെങ്കിൽ പോലും യു തന്നെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം ഏറ്റവും വലിയ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മളെപ്പോഴും റെക്റ്റാങ്കിളിൽ യു വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് ഓൾമോസ്റ്റ് നമ്മളത് ടോപ്പ് റൈറ്റിൽ തന്നെയാണ് ചെയ്യുക. അതൊന്നും നിയമമൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് എ റിട്ടൺ റൂൾ ബട്ട് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് വേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കൂളിൽ കയറി. ഇനി നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ എത്തുന്നവരെ എന്തെല്ലാം ഗ്രൂപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ആദ്യം സ്കൂൾ ക്യാമ്പസിലേക്ക് കയറി, ദെൻ വി എൻറ്റേർഡ് ദ സ്കൂൾ. അപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിലായി അല്ലേ. പിന്നെ നമ്മൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എത്തണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. പിന്നെ അവിടെ എന്തുണ്ടായി? പിന്നെ നമ്മുടെ ക്ലാസ്സിലെത്തണം, നമ്മുടെ +1 ക്ലാസ്സിലെത്തണം. പിന്നെ അവിടെ കുറേ ബെഞ്ചസിൽ റോസ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുക അല്ലേ. അപ്പോൾ 2 സൈഡ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റഡ് അല്ല, അവർ മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി സബ്സെറ്റ് കാണിച്ച് തരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അവരെ സെപ്പറേറ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ബോയ്സ് ഗേൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കടന്നു വന്നു? നമ്മൾ യൂണിവേഴ്സൽ സെറ്റായ സ്കൂളിലേക്ക് ആദ്യം തന്നെ കയറി. ദെൻ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു, അതിനെ F വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വി എൻറ്റേർഡ് ദി +1 ക്ലാസ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സായ +1 അതിനെ P വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെത്തി. ഇവിടെ ഒരു റോ ഫുള്ള് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഫുള്ള് ബോയ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അത് B വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ വേറൊരു സൈഡിലാണ് ഗേൾസ് ഇരിക്കുന്നത്. സോ അവരെ G വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഐദർ ബോയ് ഓർ ഗേൾ അല്ലേ, നോർമൽ കേസസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ B എന്ന സെറ്റിൽ അല്ലെങ്കിൽ G എന്ന സെറ്റിൽ മാത്രമേ പെടാനായിട്ട് പറ്റുള്ളൂ. അറ്റ് എ ടൈം നോർമൽ കേസസ് ആണ് പറയുന്നത്. B ആൻഡ് Gയിൽ നമുക്ക് ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. വി ഹാവ് ടു റെസ്പെക്ട് ദം. ഞാനിവിടെ കോമൺലി ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ B എന്നൊരു ഗ്രൂപ്പിൽ, അപ്പോൾ നമ്മൾ B എന്ന ഗ്രൂപ്പിൽ ബോയ് ആണ് നമ്മളെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മളൊരു ബോയ് ആണ്. അറ്റ് എ ടൈം നമ്മൾ എന്ത് ഗ്രൂപ്പിലൊക്കെ പെട്ടിട്ടുണ്ട്? നമ്മുടെ ഒരു സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ +1 ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൂപ്പർ സെറ്റാണ്. അതിൻ്റെയും സൂപ്പർ സെറ്റാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൂപ്പർ സെറ്റാണ്. അതിൻ്റെയും സൂപ്പർ സെറ്റാണ് നമ്മുടെ ഹോൾ സ്കൂൾ ക്യാമ്പസ് എന്ന് പറയുന്നത്. സിമിലർലി ഫോർ ഗേൾസ്, നമ്മൾ ഗേൾസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ എല്ലാ ഗേൾസും കൂടി ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ വിടും. ദെൻ എല്ലാ +1 കുട്ടികളും വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഗ്രൂപ്പിൽ വിടും. ഫസ്റ്റ് ഫ്ലോറിൽ ക്ലാസ്സുള്ള എല്ലാ കുട്ടികളെ വിളിച്ചാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ വിടും. ദെൻ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെ വിളിച്ചാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ വിടും അല്ലേ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പുകളാണ്. പക്ഷേ ഗേൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് നമ്മൾ വരുന്ന ഏറ്റവും ചെറുത്. ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ഗേൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ഫൈനലിൽ ചെന്നെത്തുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയ എല്ലാ ഗ്രൂപ്പുകളും എന്താണ്? നമ്മുടെ സബ് സെറ്റുകളാണ്, അല്ലെങ്കിൽ സൂപ്പർ സെറ്റുകളാണ്. അതിൻ്റെ ഉള്ളിലെ സബ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ കടന്നു വരും തോറും നമ്മൾ എന്തായി മാറും? സബ്സെറ്റിലെ എലിമെൻസ് ആയി മാറും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി നമ്മുടെ വേൾഡിനെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഹോൾ ഈ ഗ്ലോബ്. ഓക്കെ, ഗ്ലോബ് വേൾഡ് കാണിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഗ്ലോബ് എടുക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് അത് എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ ഗ്ലോബിനെ ഞാനിവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഗ്ലോബ് സർക്കിൾ ആണെങ്കിലും യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു, ടോപ്പ് റൈറ്റിൽ U എന്ന് എഴുതി. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് അവർ വേൾഡ്. ഓക്കെ, വേൾഡിൻ്റെ ഉള്ളിൽ എവിടെയാണ് നമ്മൾ ഏഷ്യയുടെ ഉള്ളിലാണ് വരുന്നത്. വേൾഡിൽ ഏഷ്യയിൽ ഇന്ത്യയിലാണ് കേരള ഉള്ളത് അല്ലേ. സോ ഇൻ ദ വേൾഡ് വി സ്റ്റാൻഡ്സ് അറ്റ് ഏഷ്യ. വി ലീവ് ഇൻ ഏഷ്യ. അപ്പോൾ A വെച്ചിട്ടാണ് ഏഷ്യനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയുടെ ഉള്ളിൽ ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സി എസ് അല്ലേ, നമുക്ക് നമ്മളെ കാണാൻ പറ്റും. ദിസ് റെപ്രസെൻറ്റ്സ് അവർ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ്. സോ
ഒരു ഫുൾ സർക്കിൾ വരച്ചു, അവിടെ ഐ എഴുതി. പിന്നെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ എവിടെയാണ് നമ്മൾ വരുന്നത്, ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ കേരള വരിക അല്ലേ. അപ്പോൾ അതിൻ്റെയും ഉള്ളിൽ ഒരു സർക്കിളിലാണ് നമ്മൾ വരുന്നത്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് സ്റ്റാൻഡ്സ് ഫോർ കേരള. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ സെറ്റ്. ഇനി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഞാൻ ഇവിടെ കുറേ വട്ടങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, സർക്കിൾസ് ഇറ്റ് ഓൾ റെപ്രസെൻറ്റ്സ് ദി ഓഫ് ഓൾ അതർ കോണ്ടിനെൻറ്റ്സ് ഓഫ് എസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ 7 കോണ്ടിനെൻറ്റ്സ് ആയിട്ടാണല്ലോ നമ്മൾ സ്പ്ലിറ്റ് ആയി എടുക്കുന്നത്. ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിൽ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് ഏഷ്യ, അതിലാണ് നമ്മളുള്ളത്. പക്ഷെ അത് കൂടാതെ നമുക്ക് വേറെയും കോണ്ടിനെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയും സെറ്റിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ഫോമിൽ 2 സബ്സെറ്റ്സുകൾ മാത്രം കണ്ടു, 2 സെറ്റുകളെ കണ്ടു. ദെൻ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സബ്സെറ്റുകൾ വരയ്ക്കുക. ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ അടുത്ത വട്ടം വരയ്ക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞു വട്ടമായി മാറും. അപ്പോൾ നമ്മൾ അവിടെ സബ്സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഇവിടെ അത് കൂടാതെയുള്ള കാര്യങ്ങളെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പോൾ 7 കോണ്ടിനെൻറ്റ്സിൽ 1 മാത്രമാണ് ഏഷ്യ. അതുകൂടാതെ വേറെയും ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയാണ് ഇവിടെ 1, 2, 3, 4, 5 and 6 6 സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ 6 അതർ കോണ്ടിനെൻറ്റ്സ് അതർ ദാൻ ഏഷ്യ. ഓക്കെ, നമ്മൾക്ക് ആകെ 7 കോണ്ടിനെൻറ്റ്സ് ഉണ്ടല്ലോ. നമുക്കതിൻ്റെ പേര് ഇപ്പം എല്ലാവർക്കും ഏന്ന് ഇടാൻ പറ്റില്ല, കാരണം ആഫ്രിക്ക, ഓസ്ട്രേലിയ അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് എല്ലാവർക്കും കൂടി ഏന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം സെറ്റ് നെയിം ഷുഡ് ബി യൂണീക്ക്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ BCD എന്ന് പറഞ്ഞ് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ കണ്ടൻറ്റ് മാറാനും പാടില്ല, എന്താ ഇങ്ങനെ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും പേര് സ്പെസിഫൈ ചെയ്യാതെ എന്ന കാര്യം മനസ്സിലാക്കി തന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ സെറ്റ് കൂടാതെ തന്നെ ഇവിടെ ചുറ്റുമായി പല സെറ്റുകൾ ഉണ്ടാവാം. പക്ഷേ വാട്ട് വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഈസ് ഓൺ അവർ സെറ്റ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇനി ഇതിൻ്റെ ഉള്ളിൽ അടുത്ത കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രി, സ്റ്റേറ്റ് ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതിന് പ്രശ്നമില്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസിൽ മാത്രം അങ്ങനെ വരുള്ളൂ. അത് ഓൾമോസ്റ്റ് മിസ്സെല്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ നമ്മുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ. നേരെ പോയിട്ട് ഇങ്ങനെ നേരെ പോകണം, പിന്നെ അവിടെ ഒരു മരം ഉണ്ട്, അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി നമ്മൾ അവിടെ ഒരു ട്രീ വരയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആക്ച്വലി ഒരു വീട് പോലെ തോന്നുന്ന ഒരു സാധനം ആവില്ല നമ്മൾ വരയ്ക്കുക. പക്ഷെ നമ്മൾ പറയുകയാണ് അതാണ് എൻ്റെ വീടെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു സിമ്പിൾ ഫോമാറ്റിൽ നമ്മുടെ ഇൻഫോർമേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് തന്നെയാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. സിമ്പിൾ ഫോർമാറ്റിലൂടെ വലിയ ക്ലാസ്സും ബോയ്സ് ആൻഡ് ഗേൾസിനൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ പാടല്ല. അതൊന്നും ഇല്ലാതെ ജസ്റ്റ് കുറച്ച് വട്ടങ്ങളൊക്കെ വരച്ചിട്ട് നമ്മുടെ ഇൻഫോർമേഷൻസ് നമ്മൾ ഒരാൾക്ക് കൺവേ ചെയ്യുന്നു. അപ്പം അതാണ് നമ്മുടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ആക്ച്വലി ഹയർ ക്ലാസ്സസിലേക്ക് പോകും, അങ്ങനെ പറഞ്ഞാൽ PGക്ക് ആണെങ്കിലും, ഇപ്പം ഞാൻ MSc മാത്തമാറ്റിക്സിനാണെങ്കിലും BSc മാത്തമാറ്റിക്സിന്, BScക്ക് കുറവായിരുന്നു, ബട്ട് MScക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും നമുക്ക് ക്ലിയറായി മനസ്സിലാവാനായിട്ട് നമ്മളെപ്പോഴും വെൻ ഡയഗ്രാമാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ +1 മാത്രമേ വെൻ ഡയഗ്രാം നിങ്ങൾക്ക് ആദ്യമായി കാണുന്ന ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ടാണത്. ചിലപ്പോൾ നമ്മൾക്ക് ആ മെസ്സേജ് തരുന്ന ഒരാളുടെ അല്ലെങ്കിൽ നമ്മൾ ആ മെസ്സേജ് എടുത്ത രീതിയുടെ പ്രശ്നമാകാം, അത്രയും എളുപ്പമായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ആക്ച്വലി വെൻ ഡയഗ്രാം മേക്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് മോർ ഈസിയർ ഇൻ എ സ്ട്രെയിറ്റ് വേ. ഓക്കെ, ഹയർ ക്ലാസ്സസിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ +1 പക്ഷേ ആക്ച്വലി കുറവാണ്, +1 ആൻഡ് +2 കുറവാണ്. കുറച്ചും കൂടി ഡിഗ്രി PG ആ ലെവലിൽ പോകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാവാനായിട്ട് നമുക്ക് എപ്പോഴും വെൻ ഡയഗ്രാം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴേ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവുകയാണെങ്കിൽ ഇറ്റ് ബിക്കം സോ ഈസിയർ ഫോർ യു. അതാണ് ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ വെൻ ഡയഗ്രാം ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് അതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ്. ഇനി ഒരു അതർ പെർസ്പെക്റ്റീവിൽ നമ്മുടെ വെൻ ഡയഗ്രാമത്തിനെ നമ്മളൊന്ന് വാച്ച് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ എന്ന് ഫെമിലിയറായി കാണാൻ പോകുന്നത് ഇതുപോലെയൊക്കെ ഇരിക്കുന്ന വെൻ ഡയഗ്രാംസ് ആണ്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ഇവിടെ ഇപ്പോൾ ടോപ്പ് ലെഫ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടോപ്പ് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. ഡയറക്ഷൻസിനൊന്നും അധികം ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സെറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പം A എന്ന് പറയുന്ന ഒരു സെറ്റും
പിന്നെ കുറേ എലമെൻസുമാണ് അതിലുള്ളത്. അപ്പോൾ ഫുൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 മുതൽ 10 വരെയുള്ള എല്ലാവരും നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. ഓക്കെ, 1 2 3 4 അങ്ങനെ 10 വരെയുള്ള എല്ലാവരെയും തന്നെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ കാണാനായി സാധിക്കും. പക്ഷേ കോൺസെൻട്രേറ്റിംഗ് ഓൺ എ, ഓക്കെ, വെൻ വി ഫോക്കസ് ഓൺ എ, ഹൗ മെനി ഒബ്ജക്ട്സ് ഓർ ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദർ ഇൻ എ? 2 4 6 8 10 അല്ലേ? അവരാരാ? സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ? അവരെയാണ് നമ്മൾ എയിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കുമ്പോഴൊക്കെ നമ്മളോട് പറയാണ്, നമ്മൾ കുറച്ച് പേരെ പിടിക്കും, എന്നിട്ട് പറയും ഇവരൊക്കെ ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ എന്താണ്, മറ്റുള്ളവരെല്ലാം വേറെ ഗ്രൂപ്പായി മാറും. അങ്ങനെയാണല്ലോ കളി. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടി നമ്മൾ കൂടി നിൽക്കുമല്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ കൂടി നിൽക്കുന്നതിന് പകരം അവരെല്ലാവരും കൂട്ടിയിട്ട് നമ്മളൊരു വട്ടം വരയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ്. ആരൊക്കെയാണ്? 2 4 6 8 10 ഈവൺ നമ്പേഴ്സ് അപ് ടു 10 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ദാറ്റ്സ് മോർ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തതാണ് എയിൽ പെടാത്ത എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാവരെയും നമ്മൾ വിളിക്കുക. എ ഒഴികെയുള്ള എല്ലാവരെയും നമ്മൾ വിളിക്കുന്നതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, കോംപ്ലിമെൻറ്റ് എന്നാണ് പുതിയൊരു വാക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, കോംപ്ലിമെൻറ്റ്. ഓക്കെ, എ ഇട്ടിട്ട് മുകളിലൊരു ഹൈഫൺ ഇടാം അല്ലെങ്കിൽ ഒരു ഡാഷ് ഇടാം. അതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എ എന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഒഴിച്ചുള്ള എല്ലാവരും, അതാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ 1 തൊട്ട് 9 വരെയുള്ള എലമെൻറ്റ്സ്, പക്ഷേ ഈവൺ നമ്പേഴ്സ് അല്ലാത്തവർ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അവരാണ് ഇവിടെ വരിക. സോ 1 3 5 7 and 9. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ സബ്സെറ്റ് റെപ്രസെൻ്റ് ചെയ്തതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിലും യൂണിവേഴ്സൽ സെറ്റ് സെയിം ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവർ ഒരു സെറ്റും കൂടി അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. സോ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. ഇനി നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിന് മാറ്റമൊന്നുമില്ല അല്ലേ? എയിൽ ആരൊക്കെയാണുള്ളത്? 2 4 6 8 10 തന്നെയാണുള്ളത്. എ എന്ന് പറയുന്നത് ഈ ഫുൾ സർക്കിളാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടെയുള്ള സെയിം ആളുകൾ തന്നെയാണുള്ളത്. അപ്പോൾ ഈ സെയിം സെറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്, അതിന് മാറ്റില്ല. അപ്പോൾ എ റെപ്രസെൻറ്റ്സ് 2 4 6 8 10. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ 2 പേരെ എടുത്തിട്ട് അവർ ഒന്നും കൂടിയും ഗ്രൂപ്പാക്കി. അവരാണ് 4 and 6. ഓക്കെ, അപ്പം അത് മാത്രം റെപ്രസെൻറ്റ്സ് അനദർ സബ്സെറ്റ് ദാറ്റ് ഈസ് ബി. ഓക്കെ, ഇനി ഇവിടെ എ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ 1 3 5 7 and 9. കാരണം എ എന്ന് പറയുന്നതിൽ വലിയ വട്ടാണ് എ അല്ലേ? നമ്മൾ വലിയൊരു ഗ്രൂപ്പാക്കി മാറ്റിയതാണ് എ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീട്ടിലെ 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും, കളിക്കാനായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ്, അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ ഒരു വീട്ടിലെ 3 കുട്ടികളുണ്ട്. അപ്പോൾ എന്താണ്? ദേ റെപ്രസെൻറ്റ്സ് എ ഫാമിലി. അവരൊരു കുടുംബമാണ്. ഇവിടെ ഒരു വീട്ടിലെ 2, അപ്പോൾ ഈ കളിയിൽ ഒരു ചേച്ചിയും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അവരൊരു വീട്ടിലെയാണ്. അപ്പോൾ എന്താണ്, അവർ മാത്രം നമുക്കൊരു ഫാമിലി ആയിട്ട് കൂട്ടാനായിട്ട് പറ്റും. അതാണ് ഇവിടുത്തെ ബി. അല്ലെങ്കിൽ 2 ബ്രദേഴ്സ് ആയിരുന്നു എന്ന് വിചാരിക്കും. ബി സ്റ്റാൻഡ്സ് ഫോർ ബ്രദേഴ്സ്. അപ്പോൾ അവർ 2 പേരും ഒരു വീട്ടിലെ ആയതുകൊണ്ട് അവരെ നമ്മൾ, ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 6 വയസ്സാണ്. അപ്പോൾ ദേ റെപ്രസെൻറ്റ്സ് അനദർ സബ്സെറ്റ്. അപ്പോൾ അവരൊരു ഗ്രൂപ്പിലെയാണ്, പക്ഷേ സ്റ്റിൽ ദേ റെപ്രസെൻറ്റ്സ് അനദർ സബ്സെറ്റ് ദാറ്റ് ഈസ് എ ഫാമിലി. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ ഭാഷയിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇനി സിംപ്ലിഫൈഡ് വേ മനസ്സിലാവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ അടുത്ത സബ്സെറ്റ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുക, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ബി എന്നതിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ് എ, അതിൻ്റെ അടുത്ത സൂപ്പർ സെറ്റാണ് യു. അങ്ങനെ ഇനി ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ? ബി ഒഴികെയുള്ള എല്ലാവരും. അപ്പോൾ ആരൊക്കെ വരും? 2 4 10 പിന്നെ 1 3 5 7 and 9 അവരും വരും. ബിയിലുള്ള 2 പേര് ഒഴികെയുള്ള ബാക്കി എല്ലാവരെയാണ് നമ്മൾ ബി കോംപ്ലിമെൻ്റ് എന്നതുകൊണ്ട് പറയുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് യൂണിയൻ അതുപോലെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ടേംസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂണിയൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടാവും ലേബർ യൂണിയൻ, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ. അപ്പോൾ യൂണിയൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അവിടെ ആക്ച്വലി അർത്ഥമാക്കുന്നത്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ? അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്, സെറ്റിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. കുറച്ച് ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടേതായ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളതിനെ യൂണിയൻ എന്ന് വിളിക്കുന്നു. കാരണം അവിടെ കുറച്ച് പേര് യുണൈറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ ഗ്യാദർ ചെയ്തു, അപ്പോഴാണ് അതൊരു യൂണിയനായി മാറിയത്. ഒരാളെ വെച്ചിട്ട് നമുക്ക് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റില്ല.
ആ ഒരാൾ കുറേ കൂടി ആൾക്കാരെ കൂട്ടിയാലാണ് അതൊരു യൂണിയനാവുക. ഒരു യൂണിയന് നേതാവൊക്കെ ഉണ്ടാവാം, പക്ഷേ വൺ മാൻ കാൺ റെപ്രസെൻ്റ് എ യൂണിയൻ. അപ്പോൾ ലേബർ യൂണിയൻ, സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരൊറ്റ വ്യക്തി മാത്രമുള്ള ഒരു കാര്യമല്ലല്ലോ, അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളൊരു സംഭവമാണ് അത്, അല്ലേ? അപ്പോൾ എ യൂണിയൻ റെപ്രസെൻറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ്. അതിൻ്റെ ഉള്ളിൽ തന്നെ സബ്സെറ്റ്സ് ഉണ്ടാവും. ഇപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ത്രീകളെല്ലാം ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെ നമുക്ക് തിരിക്കാം, അല്ലേ? അപ്പോൾ അതൊരു സബ്സെറ്റുകളായി മാറി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 50 വയസ്സിന് മുകളിലുള്ളവർ, 50 വയസ്സിന് താഴെയുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് പിന്നെയാക്കാം ചൈൽഡ്, അഡൾട്ട്, യങ്സ്റ്റേഴ്സ്, ഓൾഡർ പീപ്പിൾ, അങ്ങനെ പല കാറ്റഗറീസായി മാറ്റാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജോലിയുള്ളവർ, ജോലി ഇല്ലാത്തവർ, പഠിക്കുന്നവർ, പഠിക്കാത്തവർ, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഗ്രൂപ്പാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എ യൂണിയൻ ക്യാൻ ഹാവ് മെനി സബ്സെറ്റ്സ്. അതിന് നമ്മൾ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ യു നമ്മൾ എങ്ങനെയാണോ എഴുതുക അതേപോലെയാണ് ഏകദേശം യൂണിയൻ്റെ സിമ്പിൾ വരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സ്ലൈഡിൽ കാണുമ്പോൾ അതിൻ്റെ സിമ്പിൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ദെൻ ഇൻ്റർസെക്ഷൻ മീൻസ് കോമൺ. കോമൺ എന്ന വാക്കാണ് ഇൻ്റർസെക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം സാധനത്തിൽ ഉണ്ടാവും. ഇപ്പോൾ പ്രസൻറ്റ് ഇൻ മോർ ദാൻ വൺ ഗ്രൂപ്പ്. ഓക്കെ, അവർക്കും ക്യാൻ ഹാവ് സബ്സെറ്റ്സ്. സബ്സെറ്റ്സ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചിലതിന് ഉണ്ടാവും, ചിലതിന് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഡിനോട്ടഡ് ആസ് സ്മോൾ ലെറ്റർ എൻ എഴുതില്ലേ നമ്മൾ, ഏകദേശം അതുപോലെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു മിനിറ്റ്, നമ്മൾ വേറെ പ്രീവിയസ് സ്ലൈഡിൽ പോയി നോക്കുകയാണെങ്കിൽ ഈ 4, 6 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ബി എന്ന ഒരു സെറ്റിൽ 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഈ 4 and 6 ഏതൊക്കെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്? എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സിലും വരുന്നുണ്ട്, ദെൻ ബി എന്ന് പറയുന്ന സെറ്റിലും വരുന്നുണ്ട്. അപ്പോൾ എന്താ, 4 and 6 ആർ കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി, അല്ലേ? എ എന്ന് പറയുന്ന സെറ്റിലും 4, 6 ഉണ്ട്, ബിയിലും 4, 6 ഉണ്ട്. അപ്പോൾ കോമൺ എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ആരാണ്? 4, സെറ്റ് 4 and 6. അപ്പോൾ നമുക്ക് അവരെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വിളിക്കാം. എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്, അല്ലേ? അപ്പോൾ അവരെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വിളിക്കാം. ഇനി നെക്സ്റ്റ്, എ എന്നൊരു സെറ്റിൽ 2, 4, 6, 8, 10 അങ്ങനെ പറഞ്ഞാൽ 10 വരെയുള്ള ഈവൺ നമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. എന്നാൽ ഈ എൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റിൽ 10 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ എയും എ കോംപ്ലിമെൻറ്റും കൂടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? യൂണിയൻ കിട്ടും. അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഈവൺ നമ്പേഴ്സും വേണം, ഓഡ് നമ്പേഴ്സും വേണം, അല്ലേ? അപ്പോൾ എയിൻ്റെയും എ കോംപ്ലിമെൻറ്റിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ ആണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയും എ കോംപ്ലിമെൻറ്റ് ഒന്നിച്ച് ചേർന്നാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് ഫെമിലിയർ ആവും, ഇതൊക്കെ ഒരു ഗെയിം പോലെ കണ്ടാൽ മതി, അതിനുള്ളതേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. ഇനി അങ്ങോട്ട് കാണുന്ന എല്ലാ സ്ലൈഡ്സിലും തന്നെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ നമ്മളതിനെ ഒരു അനദർ പെർസ്പെക്റ്റീവിൽ കാണുന്നതെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞാൽ യൂണിയൻ, അതിലെങ്ങനെ ഒരു യൂണിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതിലൊരു യൂണിയൻ ഉള്ള കാര്യം അല്ലെങ്കിൽ അതിലൊരു ഇൻ്റർസെക്ഷൻ ഉള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതുവരെ ആ വാക്കുമായി ഫെമിലിയർ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ സെൻറ്റർ അല്ലെങ്കിൽ മിഡിൽ എന്ന വാക്കുകളൊക്കെ നമ്മൾ 3-ൽ എത്തുമ്പോഴാണ് പഠിക്കുക. LP സെക്ഷനിലെ 3-ലാണ് മിഡിൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും മിഡിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ, മിഡിലായിട്ട് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഓരോ വാക്കുകളും പുതുതായി പരിചയപ്പെടുമ്പോഴാണ് അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ, സാഹചര്യങ്ങളിലായി നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് ഈ യൂണിയനും ഇൻ്റർസെക്ഷനും. ഇന്ന് നിങ്ങളത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉടനീളം ലൈഫിലെ പല ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ യൂണിയനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനിൽ ഇത് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് പറ്റുന്ന 2 വാക്കുകളാണ് ഈ യൂണിയൻ ആസ് വെൽ ആസ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കറിയാം പച്ചയും മഞ്ഞയും പെയിൻറ്റ് ഒന്നിച്ച് ചേരുമ്പോഴാണ്, നീലയും മഞ്ഞയും പെയിൻറ്റ് ഒന്നിച്ച് ചേരുമ്പോഴാണ് പച്ച ഉണ്ടാകുന്നത്. അതുപോലെയുള്ള കുറേ പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LHSൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കാണിക്കുന്നത് എന്താണ്? നീലയും മഞ്ഞയും ചേരുമ്പോൾ പച്ചയുണ്ടാകുന്നു. വെൻ ബ്ലൂ ആൻഡ് യെല്ലോ കമ്പൈൻ വി ഗെറ്റ് ഗ്രീൻ. സോ ബ്ലൂ യൂണിയൻ യെല്ലോ ഈക്വൽ ടു ഗ്രീൻ.
നമുക്ക് പറയാം പ്ലസ് അല്ല ഇട്ടിരിക്കുന്നത്, കൂടിച്ചേരുമ്പോൾ എന്ന് കാണിക്കാൻ അവരവിടെ പ്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവിടെ കമ്പൈൻ ആണ് ഉണ്ടാകുന്നത്, കോമ്പിനേഷൻ ആണ് ഉണ്ടാകുന്നത്. സോ വി ക്യാൻ ടെൽ ദേ ആർ ഗെറ്റിംഗ് ടുഗെദർ, ദേ ആർ യുണൈറ്റിംഗ് അല്ലേ, അവർ കൂടിച്ചേരാണ് ചെയ്യുന്നത്. സോ ബ്ലൂ യൂണിയൻ യെല്ലോ ഗീവ്സ് ഗ്രീൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, റെഡും വെള്ളയും ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് പിങ്ക് കിട്ടുന്നത്. അപ്പോൾ റെഡ് യൂണിയൻ വൈറ്റ് ഈക്വൽ ടു പിങ്ക്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ ഷോർട്സ് കാണാനായിട്ട് സാധിക്കും, ഷോർട്ട് വീഡിയോസ്. അങ്ങനെ 2 പെയിൻറ് എടുക്കും, എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ 90%, അടുത്തതിൻ്റെ 10%, അപ്പോൾ ഒരു കളറ്. ദെൻ അടുത്തത് 80%, നെക്സ്റ്റ് വൺ 20%. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്, അങ്ങനെ ലാസ്റ്റ് 10% 90% എത്തുന്നവരെ. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റായി നമ്മുടെ ഷെയ്ഡ് ഇങ്ങനെ വരും, സെയിം കളറിൻ്റെ തന്നെ. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ ചെയ്യുന്നത്, അവിടെ കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നത് യൂണിയനും ഇൻ്റർസെക്ഷനും ആണ്. ഓക്കെ, സോ ദാറ്റ് റെപ്രസെൻറ്റ്സ് യൂണിയൻ. ഓക്കെ, സോറി, ആ വീഡിയോയിൽ നമ്മൾ യൂണിയൻ ആണ് എടുക്കുക പെയിൻറ്റിൻ്റെ കോമ്പിനേഷൻസിൽ. പെയിൻറ്റേഴ്സിനൊക്കെ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് യൂണിയൻ ആസ് വെൽ ആസ് ഇൻ്റർസെക്ഷൻ. ഇനി അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്, വി വിൽ സീ ഇറ്റ് ഇൻ ദ ഫോളോയിങ് സ്ലൈഡ്സ്. ഓക്കെ, അപ്പോൾ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഈ 2 കളർ ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു, എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു, റെഡും അതുപോലെ ബ്ലൂവും ചേർന്നിട്ടാണ് വയലറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കതിനെങ്ങനെ പറയാനും, പക്ഷേ വൈറ്റും വേണം കേട്ടോ, ക്ലിയർ വയലറ്റ് കിട്ടുകയാണെങ്കിൽ വൈറ്റും കൂടി ഇത്തിരി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ എങ്ങനെ പറയാനായിട്ട് പറ്റും, റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും യൂണിയനാണ് വയലറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 3 കോമ്പിനേഷൻസ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ ഇവിടെയും സെയിം ബ്ലൂ ആൻഡ് യെല്ലോ കൂടി ചേരുമ്പോഴാണ് ഗ്രീൻ കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ബ്ലൂവിൻ്റെയും യെല്ലോയുടെയും യൂണിയനാണ് ഗ്രീൻ എന്ന് പറയാൻ പറ്റും. സിമിലർലി യൂണിയൻ ഓഫ് റെഡ് ആൻഡ് യെല്ലോ ഗീവ്സ് ഓറഞ്ച്. സോ റെഡ് യൂണിയൻ യെല്ലോ ഈക്വൽ ടു ഓറഞ്ച് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ആ എല്ലാ കളേഴ്സും കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ബ്ലാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പറയാം, വയലറ്റ് യൂണിയൻ ഓറഞ്ച് യൂണിയൻ ഗ്രീൻ ഈക്വൽ ടു ബ്ലാക്ക് എന്ന് പറയാം. അല്ലെങ്കിലോ റെഡ് യൂണിയൻ ബ്ലൂ യൂണിയൻ യെല്ലോ ഈക്വൽ ടു ബ്ലാക്ക് അങ്ങനെയും പറയാം. അല്ലെങ്കിൽ റെഡ് യൂണിയൻ വയലറ്റ് യൂണിയൻ ബ്ലൂ യൂണിയൻ ഗ്രീൻ യൂണിയൻ യെല്ലോ യൂണിയൻ ഓറഞ്ച് ഈക്വൽ ടു ബ്ലാക്ക് അങ്ങനെയും പറയാം. ഓക്കെ, ഇതിലെ എല്ലാ കോമ്പിനേഷൻസ് ചേർന്നാലും ബ്ലാക്കാണ് കിട്ടുക, അതുകൊണ്ടാണ് അത് ഏറ്റവും ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി എല്ലാത്തിൻ്റെയും വലിയ സെറ്റിനെ പുറമെയാണ് കൊടുക്കുക, പക്ഷേ ഈ ഒരു സ്ലൈഡോണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. കളർ കോമ്പിനേഷൻ അല്ല നമ്മുടെ ആവശ്യം. വി ആർ ഗെറ്റിംഗ് ഫെമിലിയർ വിത്ത് ദ വേർഡ് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ബ്ലൂവിലും വയലറ്റിലും കോമൺ ആയിട്ടുള്ള കളർ ഏതാ, ഇത്രയും ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ വയലറ്റ് എന്ന് പറഞ്ഞ കളർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബ്ലൂ ആവശ്യമാണ്. ബ്ലൂ ഈസ് എ പ്രൈമറി കളർ, അപ്പോൾ അതുണ്ടാക്കാൻ വേറൊരു കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബ്ലൂവിലാണെങ്കിൽ ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂ മാത്രം, പക്ഷേ വയലറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, ബ്ലൂ പ്ലസ് റെഡ് വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂവിലും വയലറ്റിലും ബ്ലൂ ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബ്ലൂ ഇൻ്റർസെക്ഷൻ വയലറ്റ് ഈക്വൽ ടു ബ്ലൂ എന്ന് പറയാൻ പറ്റും. ബ്ലൂവിലും ബ്ലൂ ഉണ്ട് വയലറ്റിലും ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇവരുടെ 2 പേരിനുള്ള കോമൺ കളർ എന്താണ്, ബ്ലൂ ആണ്. സോ ബ്ലൂ ഇൻ്റർസെക്ഷൻ വയലറ്റ് ഈക്വൽ ടു ബ്ലൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ നമ്മളിവിടെ ബ്ലാക്ക് എടുക്കുകയാണെങ്കിലോ, ഇത്രയും ഭാഗത്തെ ബ്ലാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിലോ, ബ്ലൂ ഇൻ്റർസെക്ഷൻ വയലറ്റ് ഇൻ്റർസെക്ഷൻ ഓറഞ്ച് അല്ലേ, 3ൻ്റെയും ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ 3ൻ്റെയും യൂണിയൻ ആണ് അവിടെ കുറച്ചുകൂടി നല്ലത് വരാം, ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ എന്തിൻ്റെ യൂണിയൻ, ഇപ്പോൾ ബ്ലാക്കും വയലറ്റും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ 2ലും പെടുന്ന കളർ ഏതാണ്, വയലറ്റ് ആണ്. കാരണം വയലറ്റും കൂടിയും ചേർന്നപ്പോഴാണ് ബ്ലാക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ വയലറ്റ് ഇൻ്റർസെക്ഷൻ ബ്ലാക്ക് ഈക്വൽ ടു ബ്ലാക്ക്, സോറി വയലറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ റെഡും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. റെഡിൽ റെഡ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഓറഞ്ച് എന്ന് പറയുന്നതിൽ ആരൊക്കെ വരുന്നുണ്ട്, ഓറഞ്ചും ഉണ്ട്, റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട്. അപ്പോൾ ഇവിടെ റെഡ് മാത്രം, പക്ഷെ ഇവിടെ റെഡ് പ്ലസ് യെല്ലോ. അപ്പോൾ റെഡ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. സോ വാട്ട് വി ക്യാൻ ടെൽ, റെഡ് ഇൻ്റർസെക്ഷൻ ഓറഞ്ച് ഈക്വൽ ടു റെഡ്. ഓക്കെ, സിമിലർലി ഗ്രീൻ്റെ കേസ് പറയുകയാണെങ്കിൽ യെല്ലോയിൽ യെല്ലോ മാത്രം, പക്ഷെ ഗ്രീനിൽ യെല്ലോയും ഉണ്ട് ബ്ലൂവും ഉണ്ട്. അപ്പോൾ യെല്ലോ പ്ലസ് ബ്ലൂ ആണ് ഇവിടെ വരുന്നത്.
ഇവിടെ യെല്ലോ. സോ ഇവിടെ നമ്മുടെ ഇൻ്റർസെക്ഷനിൽ വരുന്നത് എന്താ? യെല്ലോ പ്ലസ് ബ്ലൂ, യെല്ലോ. അപ്പോൾ രണ്ടിൽ നമ്മൾ യെല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ യെല്ലോ. അപ്പോൾ ഗ്രീൻ ഇൻ്റർസെക്ഷൻ യെല്ലോ ഈക്വൽ ടു യെല്ലോ. അങ്ങനെയാണ് നമ്മൾ ഇതിൽ കോമൺ കാണാം. സിമിലർലി ദ അതർ വേ യൂണിയൻ. ഇനി അടുത്ത സ്ലൈഡ് നോക്കൂ. സെയിം തന്നെ നമ്മുടെ കളർ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ പറയേണ്ടെന്ന് തോന്നുന്നു അല്ലേ? പറയും തോറും സിമ്പിൾ സാധനം കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഇവിടെ ഒന്നും കൂടി ഡീപ്പായിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രീനും യെല്ലോയും ചേരുമ്പോൾ ഒരു ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് ഉണ്ട്, അപ്പോൾ ഇത്തിരി ഡാർക്ക് ഓറഞ്ച് ഇവിടെ ഉണ്ട്. ദെൻ റെഡ് ആൻഡ് യെല്ലോ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും ഒരു തേർഡ് കളർ കൂടി ഉണ്ട്. ഇത് പെയിൻറ്റിങ് മേഖലയിൽ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ 2 വേർഡ്സ് ആണ്, യൂണിയൻ ആസ് വെൽ ആസ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, സോ ഈ ഒരു ഇതിൽ യൂണിയനും അതുപോലെ തന്നെ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് മെനി കളേഴ്സ് വി ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. ഓക്കെ, ഇനി ഇതെന്താണ്? നമ്മുടെ ട്രഡീഷണൽ സദ്യ അല്ലേ? ഒരു ചോറ് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് അതിനെ സദ്യ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. എ സദ്യ ഈസ് എ യൂണിയൻ ഓഫ് മെനി കറീസ്. അപ്പോൾ ഇതെല്ലാനും കൂടി ചേരുമ്പോഴാണ് നമ്മൾ അതിനൊരു സദ്യ എന്ന് വിളിക്കുക. അല്ലാതെ ഒരു ചോറും ഒരു കറിയാണെങ്കിൽ നമുക്ക് സദ്യ ആയി, ബട്ട് ആക്ച്വലി അതൊരു സദ്യ അല്ല. സദ്യ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? ചോറ് വേണം, പപ്പടം വേണം, പിന്നെ കുറേ കറികളും വേണം. ഇവരെല്ലാവരും ചേരുമ്പോഴാണ് നമ്മൾ അതിനൊരു ട്രഡീഷണൽ സദ്യ എന്ന് വിളിക്കുന്നത്. ഒരു ചോറും ഒരു കറിയാണെങ്കിൽ നമ്മളതിനെ വി ഡോണ്ട് കോൾ ഇറ്റ് സദ്യ. സോ സദ്യ ഈസ് എ യൂണിയൻ ഓഫ് മെനി കറീസ് ആൻഡ് റൈസ്. ഓക്കെ, സോ ബനാന യൂണിയൻ, പപ്പടം യൂണിയൻ, റൈസ് യൂണിയൻ, പിന്നെ ഓരോ കറീസും യൂണിയൻ, പായസം യൂണിയൻ ഈക്വൽ ടു സദ്യ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ സദ്യ എന്നുള്ള സംഭവം നമ്മൾ കഴിച്ചിട്ടുണ്ടായാലും യൂണിയൻ അതിൽ വരുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. സോ വി ഗോട്ട് ഫെമിലിയർ വിത്ത് ദ വേർഡ് യൂണിയൻ. അതുപോലെ ഇത് 2 പെയിൻറ്റിങ്സ് ആണ്. ഈ 2 പെയിൻറ്റിങ്ങിൽ ഇപ്പം ഞാൻ ഇതൊന്ന് സൂം ചെയ്യാം. ഈ ഒരു കളറാണ് നോക്കുന്നതെന്ന് വിചാരിക്കും. എങ്ങനെയാണ് ഈ കളർ ഉണ്ടാക്കിയത്? കുറേ മഞ്ഞയും കുറച്ച് പച്ച എടുത്തപ്പോഴാണ് നമുക്ക് ഒരു ഇത്തിരി യെല്ലോയിഷ് ആയിട്ടുള്ള ഈ ഒരു കളർ കിട്ടിയത് അല്ലേ? സോ ഗ്രീൻ യൂണിയൻ യെല്ലോ ഗീസസ് ദിസ് കളർ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോവുകയാണെങ്കിലോ, ഈ ഒരു ഷെയ്ഡ് കിട്ടണമെങ്കിലോ അവിടെ കുറേ പച്ചയും കുറച്ച് മഞ്ഞയും മതി അല്ലേ? സോ ഈ ഒരു കളർ ഇതിലെന്ത് കിട്ടും നമുക്ക്? ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് 2 കളേഴ്സ്. പക്ഷെ ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഹോൾ പിക്ചർ എടുക്കുകയാണെങ്കിൽ ഈ ഹോൾ പിക്ചറിൽ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും പല ഷെയ്ഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണെങ്കിലും ഗ്രീനിൻ്റെയും വൈറ്റിൻ്റെയും ഇതിലെല്ലാത്തിലും എന്തായാലും വൈറ്റിൻ്റെ ഒരു % ഉണ്ട്. ഈ 2 പിക്ചറിലാണെങ്കിലും കേട്ടോ വൈറ്റ് എന്തായാലും വേണം. ദെൻ ഗ്രീൻ ആൻഡ് യെല്ലോ ഈ 2 പിക്ചേഴ്സിലും ഇതിൻ്റെ തന്നെ പല അളവിലുള്ള കോമ്പിനേഷൻ. അതുപോലെ കുറച്ച് ബ്ലാക്കും ഉണ്ട് അല്ലേ? 2ലും ബ്ലാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രീൻ, വൈറ്റ്, ദെൻ യെല്ലോ, ബ്ലാക്ക് ഇവരാണ്. അപ്പോൾ ഈ 2 പിക്ചറിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുകയാണ്. ഈ 2 പിക്ചറിലും കോമൺ ആയിട്ടുള്ള കളേഴ്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ 2 പിക്ചേഴ്സും അടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കളേഴ്സ് വേണം? ഗ്രീൻ, യെല്ലോ അതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മേജർ കളേഴ്സ്. ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഡാർക്ക്നെസ് കൂട്ടണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആഡ് ചെയ്യും, ലൈറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ആഡ് ചെയ്യും. സോ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് 2 പിക്ചേഴ്സിൽ എന്തൊക്കെ വരും? ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് യെല്ലോ. അതാണ് ഇവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ പെയിൻറ്റിങ് മേഖലയിൽ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ നമ്മളൊരു മൈലാഞ്ചി ഇട്ടു, പക്ഷേ നമ്മുടെ ഫുൾ കയ്യിൽ മൈലാഞ്ചി ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ സ്കിന്നിൻ്റെ കളർ അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളിൽ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ മൈലാഞ്ചിയുടെ പാട് വന്നിരിക്കുന്നത്? മെഹന്തി സ്റ്റേസ് ഓൺ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഈ ഒരു പിക്ചറിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെയും ഈ മൈലാഞ്ചിയുടെയും ഇൻ്റർസെക്ഷൻ വന്ന ഭാഗങ്ങളിൽ മാത്രമേ ഈ റെഡ് കളർ വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ പാം അല്ലെങ്കിൽ നമ്മുടെ കൈപ്പത്തി മുഴുവനായിട്ട് റെഡ് ആയിട്ടില്ല. എവിടെയൊക്കെയാണോ മൈലാഞ്ചിക്കും നമ്മുടെ കൈക്കും കോണ്ടാക്റ്റ് വന്നത്, ഏതൊക്കെ കോമൺ ഏരിയ വന്നു, മൈലാഞ്ചി നമ്മുടെ കൈയും തമ്മിൽ എവിടെയെല്ലാം കോമൺ ഏരിയ വന്നു അവിടെയാണ് റെഡ് ആയിട്ടുള്ളത്. സോ ദിസ് മെഹന്തി റെപ്രസെൻറ്റ്സ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് അവർ പാം ആൻഡ് മെഹന്തി ഹെന്ന. ഓക്കെ, അതിൻ്റെ ഒരു ഇൻ്റർസെക്ഷനാണ് നമ്മുടെ കയ്യിൽ മൈലാഞ്ചി എന്ന് പറയുന്നത്. ദെൻ റെപ്രസെൻറ്റ്സ് എ പൂക്കളം. എവിടെയാണെന്നാണ് നമ്മൾ പൂക്കളം ഇട്ടിരിക്കുന്നത്? പൂവുള്ള ഏരിയാസ് എന്തൊക്കെയാണ്? ഈ ഫുൾ ടൈൽസിലല്ല അവർ പൂക്കൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫുൾ ടൈലിൻ്റെയും ആ പൂവിൻ്റെയും ഇൻ്റർസെക്ഷൻ എവിടെയാണോ അതിനെയാണ് നമ്മൾ പൂക്കളം എന്ന് വിളിക്കുന്നത്. ആ ഫുൾ ടൈലിന് അല്ലെങ്കിൽ ആ ടൈലിട്ട മുഴുവൻ വീടിനെ നമ്മൾ പൂക്കളം എന്ന് വിളിക്കില്ല. അതിൽ ഇനി നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂവ് വീണ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അതിനെയും നമ്മൾ പൂക്കളം എന്ന് വിളിക്കില്ല. എവിടെയാണോ നമ്മൾ അരിഞ്ഞ പൂവിട്ടത്, അരിഞ്ഞ പൂവ് ഒരു ഓർഗനൈസ്ഡ് വേയിൽ പല കളേഴ്സ് തിരിച്ചിട്ടിട്ടത്. സോ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദി ഫ്ലവേഴ്സ്, ഓക്കെ, ദ പ്രിപ്പയർഡ് ഫ്ലവേഴ്സ് ആൻഡ് ടൈൽസ്, ദാറ്റ് ഈസ് ദ പൂക്കളം.
ഓക്കെ, ഇതാ പ്രിപ്പയർ ചെയ്ത പൂക്കളും അതിൻ്റെ ടൈലും അതിൻ്റെ ഇൻ്റർസെക്ഷനിലാണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്, പൂക്കളം വന്നിരിക്കുന്നത്. ആൻഡ് ദ പൂക്കളം ഈസ് ദ യൂണിയൻ ഓഫ് മാരിഗോൾഡ്, ഗ്രീൻ ലീവ്സ് ആൻഡ് സോ ഓൺ. ഈ പൂക്കളം എന്ന് പറയുന്നത് കുറേ പൂവിൻ്റെ ഒരു യൂണിയനാണ്. ഈ പൂക്കളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ടൈൽസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു ഇൻ്റർസെക്ഷൻ ആൻഡ് യൂണിയനെ നോക്കി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതെല്ലാം തന്നെ ഇൻ്റർസെക്ഷൻ ആൻഡ് യൂണിയൻ ഇവരുടെ കുറച്ച് ടേംസുകൾ, വാക്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ലൈഫിൽ പല സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഐ തിങ്ക് ഇതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആവും എന്ന് തോന്നി. നോക്കൂ, ദ ഇൻ്റർസെക്ഷൻ ഓഫ് അവർ മ്യൂസിക് ടേസ്റ്റ് ഈസ്. രണ്ടുപേരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനത്തെ പാട്ടൊക്കെയാണ് ഇഷ്ടം. ആൾക്ക് 90s റോക്സും പിന്നെ ജാസും കൂടി ചേരുമ്പോഴാണ് ആൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ അവർ പറഞ്ഞു ദ ഇൻ്റർസെക്ഷൻ ഓഫ് അവർ മ്യൂസിക് ടേസ്റ്റ് ഈസ് 90s റോക്ക് ആൻഡ് ജാസ്. അത് കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു മ്യൂസിക് ട്യൂൺ, അതാണ് അവർക്ക് താല്പര്യം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫൈൻഡ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു ലിസ്റ്റ് ടു സീ വിച്ച് ഫ്രണ്ട്സ് വി ബോത്ത് നോ. അത് നമ്മൾ നന്നായി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ അക്കൗണ്ടും വേറൊരാളുടെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം മ്യൂച്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്, നമ്മൾക്കുള്ള ഫ്രണ്ട്സും അവർക്കുമുള്ള ഫ്രണ്ട്സിലും ആരൊക്കെ കോമൺ ഉണ്ട് അതല്ലേ. അപ്പം മ്യൂച്വൽ ഫ്രണ്ട്സ്, മ്യൂച്വൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്ത് പല കേസസിലും ഓക്കെ, ബോട്ടണിയിൽ ഒരു മ്യൂച്വൽ വരുന്നുണ്ട്, അതിതല്ല. ഓക്കെ, അതുപോലെ മ്യൂച്വൽ ഡിവോഴ്സ്, അതും ഒരു എക്സാമ്പിൾ ആണ്. ആക്ച്വലി രണ്ടുപേർക്കും ഡൈവോഴ്സ് വേണം. പക്ഷെ അത് നമുക്കൊരു നല്ല എക്സാമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കില്ല, കാരണം അവിടെ കുറച്ചും കൂടി അധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഓക്കെ, കോമൺ ഈസ് മോർ ഗുഡ് ഐ തിങ്ക് ഫോർ ദാറ്റ് കേസ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു ലിസ്റ്റ് ടു സീ ദ ഫ്രണ്ട്സ് വി ബോത്ത് നോ. നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഇൻ്റർസെക്ഷൻ നമ്മൾ മ്യൂച്വൽ എന്ന് വിളിക്കില്ലേ. അപ്പോൾ മ്യൂച്വൽ ഫ്രണ്ട്സ് എന്ന ഒരു കാറ്റഗറി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അൽഗോരിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അൽഗോരിതത്തിലാണെങ്കിലും അവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഇൻ്റർസെക്ഷൻ എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. കാരണം അവരെ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം എന്താണെങ്കിലും വർക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു കമ്പ്യൂട്ടർ കോഡ് ഉണ്ട് അല്ലേ. അവിടെ വരുന്നത് ഈ പറയുന്ന ഈ ഇൻ്റർസെക്ഷൻ, യൂണിയൻ പോലെയുള്ള ടേംസ് ആണ്. അവർക്ക് നമ്മുടെ മ്യൂച്വൽ ഒന്നും ആക്ച്വലി അറിയില്ല. ദേ ഓൾ ആർ കോഡഡ് പ്രോഗ്രാംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ബയോളജി ആൻഡ് കെമിസ്ട്രി ഈസ് കോൾഡ് ബയോ കെമിസ്ട്രി അല്ലേ. ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, അതിൽ ബയോളജിയും ഉണ്ട് കെമിസ്ട്രിയും ഉണ്ട്. അപ്പോൾ ബയോളജിയും കെമിസ്ട്രിയും കൂടി ചേർന്നതും അതിൻ്റെ രണ്ടിൻ്റെ കോമൺ ആണ് എന്ത് പറയുന്നത്, ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിയും പെടും കെമിസ്ട്രിയും പെടും. സോ ബയോ കെമിസ്ട്രി ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ബയോളജി ആൻഡ് കെമിസ്ട്രി. ഓക്കെ, അതുപോലെ ദർ ഈസ് ഓൾമോസ്റ്റ് നോ ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ഹിസ് വർക്ക് ഷെഡ്യൂൾ ആൻഡ് മൈൻഡ്. ഇപ്പോൾ രണ്ട് പേര് പാർട്ട്നേഴ്സാണെന്ന് വിചാരിക്കുക, രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് കാണാനോ സംസാരിക്കാനോ ഒരു സമയം കിട്ടുന്നില്ല. എന്നാൽ രണ്ടുപേർക്കും ഒരുമിച്ചൊരു ഫ്രീ ടൈം ഇല്ല. സോ ഫ്രീ ടൈമിൻ്റെ ഇൻ്റർസെക്ഷൻ അവരുടെ എന്താണ്, നൾ സെറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് ടൈമിൻ്റെ ആണെങ്കിലും നൾ സെറ്റാണ്. പല സമയത്താണ് വർക്കിംഗ് ടൈമൊക്കെ വരുന്നത്. ഓക്കെ, എം ടി സെറ്റാണ്. 5 ആണ് അവരുടെ ഇൻ്റർസെക്ഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ ഫ്രീ അവേഴ്സ്. ദ ഇൻ്റർസെക്ഷൻ ഓഫ് വാട്ട് ക്ലയൻറ്റ്സ് വാണ്ട് ആൻഡ് വാട്ട് വി ബിൽഡ് ഈസ് അവർ സ്വീറ്റ് സ്പോട്ട്. അപ്പോൾ നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലുള്ള കാര്യങ്ങൾ പറയും. ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ടേഴ്സ് എന്തോ ചെയ്യും, അവരതിനെ കുറച്ചുകൂടിയും സ്ട്രക്ചേർഡ് വേലാക്കി തരും. അപ്പോൾ രണ്ടുപേരുടെയും അഭിപ്രായം ഒന്നിച്ച് ചേരുമ്പോഴാണ് അല്ലേ, ഒന്നിച്ച് ചേരുമ്പോൾ ആണ് അവിടെ എന്തുണ്ടാകുന്നത്, അവസാനം നമ്മളൊരു കോമൺ തീരുമാനത്തിലെത്താണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു വീട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ എന്താണ്, രണ്ടുപേരുടെയും താല്പര്യങ്ങളുണ്ട്. സോ ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 പീപ്പിൾസ് ഒപ്പീനിയൻ. ഇനി മാത്ത് ആൻഡ് ആർട്ട് ആർ സർപ്രൈസിങ് ഇൻ്റർസെക്ഷൻ ഇൻ ജോമെട്രി ആൻഡ് പാറ്റേൺസ്. ജോമെട്രിക് പാറ്റേൺ എന്നതും വലിയൊരു ബ്രാഞ്ചാണ് മാത്തമാറ്റിക്സിൽ. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മാത്സിലെ കുറേ കലകൾ കാണാനായിട്ട് സാധിക്കും. ദ ആർട്ട് വർക്ക്സ് ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ, ജോമെട്രിക് പാറ്റേണിനെ കുറേ പ്രേമിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് ആൻ ഇൻ്റർസെക്ഷൻ. അതിൽ ആർട്ടും വരുന്നുണ്ട്, എന്നാൽ മാത്സും വരുന്നുണ്ട്. ഓക്കെ, ജോമെട്രിക് പാറ്റേൺ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മാത്സ് എക്സിബിഷനിലെ ഒരു മെയിൻ കാറ്റഗറിയാണ് ജോമെട്രിക് പാറ്റേൺ. വെറുതെ നെറ്റിലൊന്ന് ജോമെട്രിക് പാറ്റേൺ അടിച്ചു കൊടുത്താൽ തന്നെ മനസ്സിലാവും വാട്ട് ഡസ് ഇറ്റ് മീൻ. ഓക്കെ, ഇറ്റ്സ് പ്യുവർലി ആൻ ഇൻ്റർസെക്ഷൻ ഓഫ് മാത്ത് ആൻഡ് ആർട്ട്. ഓക്കെ, ഇനി യൂണിയൻ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്.
Union of classical music and electronic beats made the track for unforgettable അല്ലേ. ക്ലാസിക്കൽ മ്യൂസിക്കിൽ കുറച്ച് ഡി ജെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേൾക്കാൻ അല്ലേ. അപ്പം അതിൻ്റെ യൂണിയനാണ് ഇത് തന്നെ നമുക്ക് ഇൻ്റർസെക്ഷൻ വെച്ചും പറയാം കേട്ടോ. ഇനി യൂണിയൻ വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഒന്നിച്ച് ചേരുമ്പോൾ നമുക്കൊരു നല്ല മ്യൂസിക് കിട്ടും. അതുപോലെ ചെണ്ടമേളം അതിൻ്റെ കൂടെ നാസിക് ഡോൾ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഇറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് ചെണ്ട ആൻഡ് നാസിക്. ഓക്കെ, നാസിക്. ഇനി അല്ലെങ്കിൽ അപ്പം അവിടെ നടക്കുന്നത് എന്താണ്? ഇറ്റ്സ് ദ ഇൻ്റർസെഷൻ. നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർസെഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു മ്യൂസിക് വെച്ചിട്ട് അതിൽ ഇൻ്റർസെഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടിലും ആ ഒരു മ്യൂസിക്കിൽ കോമൺ ആയിട്ടുള്ളത് ചിലപ്പോൾ ഐദർ ചെണ്ട ഓർ നാസിക് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് ദ യൂണിയൻ ഓഫ് ബോത്ത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ദിസ് ഫോൺ ഈസ് ദ യൂണിയൻ ഓഫ് സ്ലീക്ക് ഡിസൈൻ ആൻഡ് പവർഫുൾ പെർഫോമൻസ് അല്ലേ. പല ഫോണിലെയും ഡിസൈൻസും പെർഫോമൻസും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പരിപാടി. അപ്പോൾ നമുക്ക് അവിടെ യൂണിയൻ ഉപയോഗിക്കാം. ദ കമ്പനി ഫോംഡ് എ യൂണിയൻ ഓഫ് ഇറ്റ്സ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ബൂസ്റ്റ് എഫിഷ്യൻസി. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് ബിസിനസ് നന്നായി വളരാം. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ഒരു യൂണിയൻ ഉണ്ടാക്കി. നമ്മുടെ സ്കൂളിലെ കുട്ടികളും ക്ലാസ് ടീച്ചറും അല്ലെങ്കിൽ ടീച്ചേഴ്സും തമ്മിൽ ഒരു ഐക്യം വരുമ്പോഴാണ് നമ്മൾക്ക് അതൊരു കമ്പനി അല്ലെങ്കിൽ ഒരു നല്ല സ്കൂൾ ലൈഫ് നമുക്ക് കിട്ടുന്നത്. സോ എ ഗുഡ് സ്കൂൾ ലൈഫ് ഈസ് ദ യൂണിയൻ ഓഫ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് നമുക്ക് പറയാം. യൂണിയൻ ഓഫ് റെയിൻ ആൻഡ് സൺഷൈൻ പ്രൊഡ്യൂസ് എ പെർഫെക്റ്റ് റെയിൻബോ അല്ലേ. മഴ അങ്ങോട്ട് മാറി വെയിൽ വരുന്നൊരു സാഹചര്യം. അപ്പം മഴയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് താനും, സൺലൈറ്റും വേണം താനും. അപ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ചുള്ളൊരു സാഹചര്യത്തിലാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് റെയിൻബോ കിട്ടുന്നത്. അപ്പോൾ റെയിൻബോ ഈസ് ദ യൂണിയൻ ഓഫ് റെയിൻ യൂണിയൻ സൺഷൈൻ ഈക്വൽ ടു റെയിൻബോ. അതുപോലെ ചില നോവൽസിൽ എന്താണ്, ഭയങ്കര സർപ്രൈസസും ഉണ്ടാവും, ഇത്തിരി തമാശ ഉണ്ടാവും, കുറച്ച് റൊമാൻസ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് നോവൽസ് ഉണ്ട്. ഈവൻ സിനിമ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് അല്ലേ. കുറച്ച് ട്വിസ്റ്റുകൾ, കുറച്ച് ഫൺ, കുറച്ച് റൊമാൻസ്, കുറച്ച് ഫാമിലി ടൈം, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. സിനിമ ഓർ എ നോവൽ ഈസ് എ യൂണിയൻ ഓഫ് മിസ്റ്ററി, യൂണിയൻ ഹ്യൂമർ, യൂണിയൻ റൊമാൻസ്. ഓക്കെ, ദ യൂണിയൻ ഓഫ് യുവർ ഐഡിയാസ് വിത്ത് മൈൻഡ് ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം ഫാസ്റ്റ്. ഒരാൾക്ക് നല്ല ഐഡിയ ഉണ്ട്, പക്ഷെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അറിയില്ല. അടുത്ത ആൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയാം, മീൻസ് ലീഡർഷിപ്പ് എടുത്ത് ചെയ്യാനറിയാം, പക്ഷെ ആൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം എന്താണ്, ഐഡിയ ഉള്ള ആളും ലീഡർഷിപ്പ് ഉള്ള ആളും ഒന്നിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ഭംഗിയാവും. സോ ഐഡിയ യൂണിയൻ ലീഡർഷിപ്പ് ഈക്വൽ ടു എ സക്സസ് പ്രൊജക്റ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇനി ഇതിൻ്റെ കുറച്ച് ലോസ് ഒക്കെയാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ യൂണിയനും ഇൻ്റർസെക്ഷനും ഇതുപോലെയൊക്കെയാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ബ്ലൂ ഷെയ്ഡിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതിലെ എൻ്റെയും ബിൻ്റെയും കോമൺ ആയിട്ട് വരുന്നതാണ് ഇത്രയും ഭാഗം. ദെൻ എ ആൻഡ് സി അവരുടെ കോമൺ ആണ് ഇത്രയും ഭാഗം. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആ ഒരു കളേർഡ് പോർഷൻ എന്ത് നമുക്ക് വിളിക്കാം? എ ഇൻ്റർസെക്ഷൻ ബി, അതും എ ഇൻ്റർസെക്ഷൻ സിയും അതും കൂടി ചേർന്നത്. സോ യൂണിയൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് എ ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ഇതെല്ലാം കുറച്ച് ലോസ് ആണ്. ഓക്കെ, എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന കാറ്റഗറീസ്, അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ എടുത്താലും സെയിം. ഇനി 3 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ സെയിം ആണെങ്കിൽ നമ്മളതിനെ അസോസിയേറ്റീവ് ലോ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈൻഡും, ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ ആൻഡ് അസോസിയേറ്റീവ് ലോ. ബാക്കി പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഇത് 3 ബേസിക് ലോസ് ആണ്. ബാക്കി രണ്ടും അങ്ങനെ പേര് വെച്ച് ചോദിക്കില്ല. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി അത് നമ്മൾ പേര് വെച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ക്ലിയർ ആണ്. ഐ തിങ്ക് 5 ഇൻ്റർസെക്ഷനെ ഒന്നുമില്ലാത്ത അവസ്ഥയും എയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ രണ്ടിൽ എന്തുണ്ടാവുക? ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അല്ലേ. പല യൂണിയനും എയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ എന്തുണ്ടാവുക? എ ആണ് ഉണ്ടാവുക. ഓക്കെ, ഇത് അത്രയേ ഉള്ളൂ അത്. ഓക്കെ, ഇനി ഇതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ സെയിം ആണ്, ഒരു വട്ടം കൂടി വെച്ചിട്ടുണ്ട്, സോറി. പോലെ എ ഇൻ്റർസെക്ഷൻ സി എന്താണ്? അതാണ് നമുക്ക് ഈ സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സബ്സ്ട്രാക്ഷൻ, കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ, ഒരു സാധനത്തിൽ നിന്നും മറ്റേ സാധനം പൂർണ്ണമായും ഒഴിവാക്കുക, അതിനെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. അതിൻ്റെ സെറ്റിൻ്റെ വിത്ത് റെസ്പെക്ട് ടു സെറ്റ് നമ്മളതിനെ കോംപ്ലിമെൻ്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും ബിൻ്റെ ഭാഗം മാത്രം ഒഴിവാക്കിയപ്പോൾ ഉള്ള ബാക്കിയുള്ള സാധനത്തെ നമ്മൾ എന്ത് വിളിക്കും? എ മൈനസ് ബി എന്ന് വിളിക്കും. അപ്പോൾ ഇത് എ മൈനസ് ബി ആണ്. കാരണം ഇവിടുത്തെ പിക്ചർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മറ്റേതെന്താ വൈറ്റിൽ വരുന്നത്, അപ്പോൾ എന്തായി മാറി? ബി മൈനസ് എ ആയി മാറി.
ഇനി സെൻറ്റർ പോർഷൻസിൽ എന്താ വരുന്നത്, എയിലും ആ ഭാഗം ഇൻക്ലൂഡഡ് ആണ്, ബിയിലും ആ ഭാഗം ഇൻക്ലൂഡഡ് ആണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി ഇത് സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് മനസ്സിലാക്കാൻ ഒരു നല്ലൊരു എക്സാമ്പിളായി എനിക്ക് തോന്നി. എന്താണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒരു റെഡ് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു യെല്ലോ സർക്കിൾ കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഗ്രീനും യെല്ലോയും യൂണിയനാണ് അവിടെ കാണുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഗ്രീൻ പ്ലസ് യെല്ലോയാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അതിൽ ഞാൻ യെല്ലോ ഭാഗം എടുത്ത് മാറ്റി എന്ന് വിചാരിക്കും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യില്ലേ, ഇവൻ സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യും, പക്ഷേ ഒബ്ജക്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് അത് ഞാനിവിടെ ചെയ്തത്. ഓക്കെ, നമ്മൾ ആ ഒരു യെല്ലോ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു, ആ ഭാഗം ഇല്ല, അപ്പോൾ എന്തുണ്ടാവും, ഗ്രീൻ മാത്രമായി മാറും. അപ്പോൾ ഈ ഒരു പിക്ചർ റെപ്രസെൻറ്റ്സ് ഗ്രീൻ മൈനസ് യെല്ലോ, ഇത് റെപ്രസെൻറ്റ്സ് ഗ്രീൻ പ്ലസ് യെല്ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. ഗ്രീൻ റെക്റ്റാങ്കിളിൽ നിന്നും യെല്ലോ പോർഷൻ കളഞ്ഞപ്പോഴുള്ളതാണിത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രീൻ റെക്റ്റാങ്കിളിൽ നടുക്കൊരു വട്ടം വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കും, അപ്പോൾ ഉള്ളൊരു പിക്ചറാണിത്. അവിടെ നമ്മളൊരു മഞ്ഞ വട്ടം ഒട്ടിച്ചു എന്ന് വിചാരിക്കും, അപ്പോൾ ഉള്ള പിക്ചറാണിത്. സോ ദിസ് ഈസ് യൂണിയൻ ആൻഡ് ദിസ് ഈസ് കോംപ്ലിമെൻറ്റ്. അതുപോലെ ഇവിടെ 3 എണ്ണം വരുന്നുണ്ട്, ലൈറ്റ് ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ആഷ് അല്ല ഗ്രേ, ഇവർ 3 ആളും വരുന്നുണ്ട്. അപ്പം 3ൻ്റെയും യൂണിയനാണ് ഇത്. ഇവിടെ എന്താ വരുന്നത്, ഈ യൂണിയനെ ഞാനിപ്പോൾ യു എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് യു മൈനസ് ബി, ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിലെ ബ്ലാക്ക് മാത്രം കളഞ്ഞിട്ടുള്ള സംഭവമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് യു മൈനസ് ബി. അതുപോലെ ഇത് ഗ്രേ മാത്രം കളഞ്ഞിട്ടുള്ളതാണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് യു മൈനസ് ഗ്രേ. ഓക്കെ, ഇനി ഇതുപോലെയൊക്കെയാണ് നമ്മുടെ സെറ്റുകൾ ഇരിക്കുക. അപ്പോൾ ഇതിൽ എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ, അതുപോലെ കോമൺ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ആരൊക്കെ വരും, 4ഉം 5ഉം. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രീൻ ബോർഡ്. സീ യു അഗെയിൻ.